ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ കുറിച്ച് പര്യായ പദങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പര്യായ പദങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരേ അർത്ഥം തന്നെ വരുന്ന വ്യത്യസ്ത പദങ്ങളെയാണ് പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് അമ്മ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമ്മയുടെ പര്യായ പദങ്ങളാണ് ജനയിത്രി, ജനനി, ജനിത്രി, അംബ, പ്രസു, മാതാവ്. അപ്പോൾ ഏതൊക്കെയാണ് അമ്മ എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ? ജനയിത്രി, ജനനി, ജനിത്രി, അംബ, പ്രസു, മാതാവ്. അടുത്തത് അച്ഛൻ. അച്ഛൻ്റെ പര്യായ പദങ്ങളാണ് ജനകൻ, പിതാവ്, താതൻ, ജനീതാവ്. ഏതൊക്കെയാണ്? ജനകൻ, പിതാവ്, താതൻ, ജനീതാവ്. അത്ഭുതം എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് ആശ്ചര്യം, വിസ്മയം, അതിശയം. ഏതൊക്കെയാണ്? ആശ്ചര്യം, വിസ്മയം, അതിശയം. അടുത്തത് അതിഥി. അതിഥി എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആഗന്തുകൻ, ആവേശികൻ, വിരുന്നുകാരൻ. ഏതൊക്കെയാണ്? ആഗന്തുകൻ, ആവേശികൻ, വിരുന്നുകാരൻ. അടുത്തത് അനുജൻ. അനുജൻ്റെ പര്യായപദങ്ങളാണ് അവരജൻ, കനിഷ്ഠൻ, ജഘന്യൻ, യവിയാൻ, കനിയാൻ, അനിയൻ, അനുജാതൻ. ഏതൊക്കെയാണ്? അവരജൻ, കനിഷ്ഠൻ, ജഘന്യൻ, യവിയാൻ, കനിയാൻ, അനിയൻ, അനുജാതൻ. അസുരൻ. അസുരൻ്റെ പര്യായ പദങ്ങളാണ് ദാനവൻ, ദൈത്യൻ, ധനുജൻ. ദാനവൻ, ദൈത്യൻ, ധനുജൻ. അമൃതം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് പീയൂഷം, സുധ, പേയൂഷം, നിർജ്ജരം. ഏതൊക്കെയാണ്? പീയൂഷം, സുധ, പേയൂഷം, നിർജ്ജരം. ഇനി അമ്പിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് അമ്പിൻ്റെ പര്യായങ്ങൾ? ശരം, ബാണം, വിശിഖം, അസ്ത്രം, സായകം. ശരം, ബാണം, വിശിഖം, അസ്ത്രം, സായകം എന്നിവയാണ് അമ്പിൻ്റെ പര്യായ പദങ്ങൾ. അമ്പലം എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് ക്ഷേത്രം, കോവിൽ, ദേവാലയം. ഏതൊക്കെയാണ്? ക്ഷേത്രം, കോവിൽ, ദേവാലയം എന്നിവയാണ് അമ്പലത്തിൻ്റെ പര്യായ പദങ്ങൾ. അടുക്കളയുടെ പര്യായങ്ങളാണ് രസവതി, പാകസ്ഥാനം, മഹാനസം. രസവതി, പാകസ്ഥാനം, മഹാനസം എന്നിവ അടുക്കളയുടെ പര്യായ പദങ്ങളാണ്. അടുത്തത് അടയാളം. അടയാളത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിഹ്നം, അംഗം, ലാഞ്ചനം, അഭിജ്ഞാനം. ഏതൊക്കെയാണ്? ചിഹ്നം, അംഗം, ലാഞ്ചനം, അഭിജ്ഞാനം. അരയന്നം എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് ഹംസം, മരാളം, അന്നം, ചക്രാംഗം. ഏതൊക്കെയാണ്? ഹംസം, മരാളം, അന്നം, ചക്രാംഗം ഇവയൊക്കെ അരയന്നത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് അഗ്നി. അഗ്നിയുടെ പര്യായ പദങ്ങളാണ് ജ്വാല, കീല, ഹേതി, ശിഖ, അനലൻ, പാവകൻ, വഹ്നി, അർച്ചിസ്. ഏതൊക്കെയാണ്? ജ്വാല, കീല, ഹേതി, ശിഖ, അനലൻ, പാവകൻ, വഹ്നി, അർച്ചിസ്. അടുത്തത് അസ്ഥി. അസ്ഥിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കീകസം, കുല്യം, എല്ല്. കീകസം, കുല്യം, എല്ല് എന്നിവയാണ് അസ്ഥിയുടെ പര്യായ പദങ്ങൾ. ആശ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് ആഗ്രഹം, അഭിലാഷം, ഇച്ഛ, മോഹം, ഈഹ. ആഗ്രഹം, അഭിലാഷം, ഇച്ഛ, മോഹം, ഈഹ എന്നിവയാണ് ആശ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ. ആമ്പലിൻ്റെ പര്യായങ്ങളാണ് കുമുദം, കുവലയം, കൈരവം. ഏതൊക്കെയാണ്? കുമുദം, കുവലയം, കൈരവം എന്നിവയാണ് ആമ്പലിൻ്റെ പര്യായങ്ങൾ. ആകാശത്തിൻ്റെ പര്യായ പദങ്ങളാണ് വാനം, ഗഗനം, വ്യോമം, നഭസ്, അംബരം, വിഹായസ്. വാനം, ഗഗനം, വ്യോമം, നഭസ്, അംബരം, വിഹായസ്.
ആശ്രമം എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് ഉടജം, പർണശാല, തപോവനം. ഏതൊക്കെയാണ് ആശ്രമത്തിൻ്റെ പര്യായങ്ങൾ? ഉടജം, പർണശാല, തപോവനം. ആഹാരത്തിൻ്റെ പര്യായങ്ങളാണ് ഭോജനം, അശനം, അന്നം. ആഹാരത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഭോജനം, അശനം, അന്നം. ആടിൻ്റെ പര്യായങ്ങളാണ് അജം, മേഷം, ഛാഗം, ചകം. ആട് എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് അജം, മേഷം, ഛാഗം, ചകം. ആണ്ട്, വർഷം, സംവത്സരം, അബ്ദം. ആണ്ട് എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് വർഷം, സംവത്സരം, അബ്ദം. ആനയുടെ പര്യായങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിക്കണം. ആനയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? വാരണം, ഗജം, ഹസ്തി, കരി, കളഭം, മാതംഗം, ദന്തി, ദ്വീപം, ഇഫം, കുംഭി, കുഞ്ചരം, സാമജം, സിവരം, വിരാണി. അപ്പം ഏതൊക്കെയാണ് ആനയുടെ പര്യായങ്ങൾ? വാരണം, ഗജം, ഹസ്തി, കരി, കളഭം, മാതംഗം, ദന്തി, ദ്വീപം, ഇഫം, കുംഭി, കുഞ്ചരം, സാമജം, സിവരം, വിരാണി. അടുത്തത് ആമ. ആമയുടെ പര്യായ പദങ്ങളാണ് കച്ചപം, കമഠം, കൂർമ്മം, പഞ്ചാംഗം. ഏതൊക്കെയാണ്? കച്ചപം, കമഠം, കൂർമ്മം, പഞ്ചാംഗം. ഇല. ഇലയുടെ പര്യായ പദങ്ങളാണ് പത്രം, പർണം, ദളം. ഏതൊക്കെയാണ് ഇലയുടെ പര്യായങ്ങൾ? പത്രം, പർണം, ദളം എന്നിവയാണ് ഇലയുടെ പര്യായ പദങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.